കേന്ദ്ര സർക്കാരിനെതിരെ പരോക്ഷ വിമർശനവുമായി RSS രംഗത്ത് വന്നു. കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകണമെന്നാണ് RSSന്റെ നിലപാട്. പുതിയ തലമുറയുമായി സംവദിക്കേണ്ടത് അനിവാര്യമാണെന്നും RSS മേധാവി മോഹൻ ഭഗവത് പറയുന്നു. ഇവിടെ കേട്ടെഴുത്തല്ല, ചർച്ചകളാണ് നമുക്ക് വേണ്ടതെന്നും ആജ്ഞയല്ല, സമവായമാണ് വേണ്ടതെന്നും RSS മേധാവി പറഞ്ഞു. ഇന്നത്തെ തലമുറ ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ്. അവർക്ക് മറുപടി നൽകുകയും അവരോടൊപ്പം സമയം ചെലവഴിക്കുകയും വേണം. ഇന്ന് കുടുംബങ്ങളിൽ പോലും അവരുമായുള്ള സംവാദം കുറഞ്ഞു വരികയാണ്. അവരുമായി ആശയവിനിമയം നടത്താതെ പോകുന്നത് ഗുണം ചെയ്യില്ല എന്നും RSS പറയുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കായി വിദ്യാർത്ഥികൾ സമരം കടുപ്പിക്കുമ്പോഴാണ് RSSന്റെ ഈ നിലപാട് പുറത്തുവരുന്നത്. ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിക്കാൻ BJP തീരുമാനമെടുത്തിരിക്കുന്ന ഘട്ടത്തിൽ RSSന്റെ പരോക്ഷ വിമർശനം കേന്ദ്ര സർക്കാരിനെ വെട്ടിലാക്കിയിരിക്കുകയാണ്. അതേസമയം താൻ പാറ്റ എന്ന് വിളിച്ചത് രാജ്യത്തെ യുവാക്കളെ അല്ലെന്ന് പറയുകയാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. വ്യാജ ബിരുദങ്ങൾ ഉപയോഗിച്ച് നിയമരംഗത്തേക്ക് കടന്നു വരുന്നവരെയാണ് താൻ പാറ്റകളെന്ന് വിളിച്ചതെന്നും രാജ്യത്തെ യുവാക്കളോട് തനിക്ക് വലിയ ബഹുമാനമാണെന്നും സൂര്യകാന്ത് വിശദീകരിക്കുന്നു. വ്യാജ ബിരുദം ഉപയോഗിച്ച് പിൻവാതിലൂടെ ഈ തൊഴിൽ മേഖലയിലേക്ക് കടന്നു വന്ന അഭിഭാഷകരെ കുറിച്ചായിരുന്നു ആ പരാമർശം. വ്യാജ നിയമ ബിരുദങ്ങളും ഈ മേഖല എങ്ങനെ ശുദ്ധീകരിക്കാം എന്നതിലുമായിരുന്നു വിഷയം. ആ സാഹചര്യത്തിലാണ് ഇക്കാര്യം പറഞ്ഞതെന്നും സൂര്യകാന്ത് പറഞ്ഞു. തന്നെ കാണാനായി എപ്പോഴും നിരവധി യുവാക്കൾ വരാറുണ്ടെന്നും അവരിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടാണ് താൻ മുന്നോട്ട് പോകുന്നതെന്നും കൂടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. സുപ്രീം കോടതിയുടെ വാതിലുകൾ എപ്പോഴും രാജ്യത്തെ ഓരോ പൗരനും വേണ്ടി തുറന്നിട്ടിരിക്കുകയാണെന്നും ഭരണഘടനാ തത്വങ്ങളും രാജ്യത്തെ നിയമവും അനുവദിക്കുന്നത് അനുസരിച്ച് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നും സൂര്യകാന്ത് പറഞ്ഞു. ഇക്കഴിഞ്ഞ മെയ് 15-ന് രാജ്യത്തെ യുവാക്കളെ പാറ്റകളോട് ഉപമിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നടത്തിയ പരാമർശം വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമാവുകയും ഒടുവിൽ അത് കോക്രോച്ച് ജനതാ പാർട്ടി രൂപീകരിക്കുന്നതിലേക്ക് എത്തുകയും ചെയ്തു. യുവാക്കൾ വ്യവസ്ഥിതിയെ ആക്രമിക്കുകയാണെന്നും അവർ സമൂഹത്തിലെ പാറ്റകളെ പോലെയാണെന്നും പരാന്ന ഭോജികളെ പോലെയുമാണ് പ്രവർത്തിക്കുന്നതെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരുന്നു. ഈ സംഭവം വിവാദമായതോടെ തന്റെ വാക്കുകൾ മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചതാണെന്ന് വിശദീകരണവുമായി അദ്ദേഹം രംഗത്ത് വന്നിരുന്നു. എന്നാൽ ചീഫ് ജസ്റ്റിസിന്റെ പരാമർശത്തിലൂടെ രൂപം കൊണ്ട കോക്രോച്ച് ജനതാ പാർട്ടി രാജ്യത്തെ യുവാക്കളിൽ നിന്നും വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ബാക്കിയാണ് ഇപ്പോൾ കാണുന്ന ജന്തർ മന്ദറിലെ CJP സമരം. ഇന്നും ജന്തർ മന്ദറിൽ സമരം കടുക്കും എന്നാണ് വിവരം. അത് രാവിലെ തന്നെ ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 3 മണിക്ക് കേന്ദ്ര സർക്കാരുമായി വീണ്ടും CJP നേതാക്കൾ ചർച്ച നടത്തുന്നുണ്ട്. ഇന്നലെ ചർച്ച നടന്നിരുന്നുവെങ്കിലും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അംഗീകരിക്കാത്തതിനെ തുടർന്ന് തീരുമാനം ആകാതെ പിരിയുകയായിരുന്നു. ജീവനൊടുക്കിയ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാമെന്നും ഈ പാർലമെന്റ് മാർച്ചിനിടെ വിദ്യാർത്ഥികൾക്കെതിരെ എടുത്ത കേസുകൾ എല്ലാം പിൻവലിക്കാമെന്നും കേന്ദ്രം ഇന്നലെ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ഇല്ലാതെ പിന്നോട്ട് ഇല്ല എന്നാണ് CJPയുടെ നിലപാട്. അതിനിടെ സോഷ്യൽ മീഡിയയിൽ റീലുകൾ നിർമ്മിക്കാൻ കേന്ദ്രമന്ത്രിമാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിൽ മന്ത്രിമാർ കൂടുതൽ സജീവമാകണമെന്ന് മന്ത്രിസഭാ യോഗത്തിലും മോദി പറഞ്ഞു. യുവാക്കളോട് സംസാരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം ഇൻസ്റ്റാഗ്രാം ആണെന്നും മോദി ചൂണ്ടിക്കാണിക്കും. യുവാക്കൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ സംസാരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. CJP പ്രതിഷേധത്തിനിടെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് മോദിയുടെ വക ഈ നിർദ്ദേശമുണ്ടായത്.